ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1647. ഇന്ന് ജൂലൈ മാസം 4-ാം തീയതി. ഈ ആണ്ടിലെ 186-ാമത്തെ ദിവസത്തിലെത്തി. വിശുദ്ധനായ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തില് വഴിയേരിയില് ഇങ്ങനെ ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്ന കുരുടനായ ഒരു മനുഷ്യനെ യേശു കേൾക്കുകയും കാണുകയുമാണ്. അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് സുവിശേഷത്തിൽ പരാമർശിക്കുന്നത്. അപ്പോൾ യേശു അവിടെ നിന്നു, എന്നിട്ട് അവനെ വിളിപ്പീനെന്ന് പറഞ്ഞു. 49-ാമത്തെ തിരുവചനത്തിലാണ്. ലോകം എന്തൊരു വേഗത്തിലാണ് പായുന്നത്. നാം അറിയാതെ തന്നെ ജീവിതം നമ്മുടെ കൈവിരലുകൾക്കിടയിലൂടെ ചോർന്നു പോകുന്നുണ്ട്. സമയമില്ല, വലിയ തിരക്കാണെന്നാണ് എക്കാലത്ത് എല്ലാവരും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനും. എനിക്ക് തരാൻ സമയമില്ല എന്ന് ആരോടെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കേട്ടയാളുടെ ഹൃദയത്തിൽ എന്തുമാത്രം മുറിവേറ്റിട്ടുണ്ടാവും. സമയമെങ്ങും പോകുന്നില്ല. എല്ലാവർക്കും സമയമുണ്ട്. നൽകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി നമ്മളത് ശരിക്കും കണ്ടെത്തുന്നില്ല എന്നതാണ് സത്യം. ഒരാളെ ഏറ്റവും കൂടുതൽ മുറിപ്പെടുത്തുന്നതും അത്തരമൊരു അവഗണനയുടെ സാഹചര്യത്തിലാണ്. അതുകൊണ്ട് തന്നെ ആരോടും ഇനി സമയമില്ല എന്ന് പറയാതിരിക്കാനായിട്ട് ഒന്ന് പ്രാർത്ഥിക്കാവോ, പരിശ്രമിക്കാവോ. മറ്റൊരാൾക്ക് നൽകുന്ന സമയം നമ്മൾ ബോധപൂർവം കണ്ടെത്തുന്നതാണ്. സംശയമുണ്ടോ? തർക്കമുണ്ടോ? ഇല്ലല്ലോ. അയാൾക്ക് നൽകാൻ നമുക്കുള്ള ഏറ്റവും വിശിഷ്ടമായ സമ്മാനവും അല്പസമയമാണ്. കാരണം സമയമെന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഒരാൾക്ക് നാം കുറെ സമയം നൽകുന്നു എന്നതിന്റെ അർത്ഥം നമ്മളുടെ ജീവിതത്തിന്റെ കുറച്ചു ഭാഗം മറ്റൊരാൾക്ക് നൽകുകയാണ്. അതിന്റെ അർത്ഥം എന്റെ ജീവിതത്തെ പോലെ തന്നെ ഞാൻ നിങ്ങളുടെ ജീവിതത്തെയും കാണുന്നു, സ്വീകരിക്കുന്നു, ഉൾക്കൊള്ളുന്നു, സ്നേഹിക്കുന്നു എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് വഴിയരിയില് ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്ന കുരുടനായ മനുഷ്യന് നൽകാനായിട്ട് യേശുവിന്റെ കയ്യില് സമയമുണ്ടായത്. യേശു അത് കണ്ടെത്തുകയായിരുന്നു. അതുകൊണ്ടാണല്ലോ അവൻ അവിടെ നിന്നു. എന്നിട്ട് അയാളെ വിളിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അയാൾക്കും നൽകാനായിട്ട് തന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം പങ്കുവെക്കുകയാണ്. അതിന് അയാൾക്ക് അവകാശമുണ്ടെന്നുകൂടി അയാളെയും സമൂഹത്തെയും നമ്മളെയും ക്രിസ്തുയേശു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഒപ്പമുള്ളവർക്ക്, ഉറ്റവർക്ക്, അർഹരായവർക്ക്, ആവശ്യക്കാർക്കൊക്കെ ഈ തിരക്കുകൾക്കിടയിൽ കുറച്ച് സമയം മാറ്റിവെക്കാനും നീക്കിവെക്കാനും നൽകാനും ഞാനും നിങ്ങളും പ്രാർത്ഥന പോലെ തയ്യാറാവേണ്ടതാണ്. ആമേൻ.